ഇന്ന് ഗോതമ്പ് പൊടി കുറച്ച് ചോക്ലേറ്റും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീറ്റ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ഓവണോ ബീറ്ററോ ക്രീമോ ഒന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടെ പ്രസ് ചെയ്യാം കേട്ടോ. 2 മുട്ടേൻ്റെ വെള്ളം ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞ ഞാൻ സെപ്പറേറ്റ് വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുട്ടൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. ആദ്യം കുറച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാര തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി പൊടിക്കാതെ ചേർക്കുകയാണെങ്കിൽ കുറേ നേരം നമ്മളിത് ബീറ്റ് ചെയ്യേണ്ടി വരും. വിസ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര തന്നെ എന്തായാലും ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലുള്ള നല്ല നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. ഞാനിതൊരു ഏകദേശം 5 മിനിറ്റോളം ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവം വരെയാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ മഞ്ഞയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml. നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി പാലിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/4 കപ്പ് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുത്തു. വീണ്ടും ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതുപോലത്തെ ഒരു പാനിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കൂട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാനൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് നമ്മൾ നല്ലോണം ചൂടാക്കിയിട്ടുള്ള പാനിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു 35-40 മിനിറ്റ് കൊണ്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ നല്ലപോലെ ബേക്കായിട്ടുണ്ട്. ഒരു നൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലീനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ലപോലെ ബേക്കായി എന്നാണ് അർത്ഥം. ഇനി തൽപ്പം തണുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ. ഇനി കേക്കിൻ്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ടൊരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 80 ഗ്രാം മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 6 ടേബിൾ സ്പൂണോളം നല്ല ചൂടുള്ള പാലൊഴിച്ചിട്ട് നമ്മളതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. കേക്ക് ഇവിടെ നല്ല തണുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ട് അതിന് മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ കേക്ക് അവിടെ വെച്ച് കൊടുക്കാം. ഈ ചോക്ലേറ്റ് സോസ് അത്യാവശ്യം ലൂസാക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കേക്കിന് മുകളിൽ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടും ചുറ്റിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് ജംസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു സിമ്പിളായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ സ്പോഞ്ചി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് അല്പം ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുക. ഇനി കൊക്കോ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രം റീനൂസ് കിച്ചൺ.